അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ടിംഗ് പോയിൻറ്റ്സിൻ്റെ അക്കൗണ്ടിംഗ് മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിംഗ് ഇക്വേഷനെ കുറിച്ചാണ്. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങളെ അതിൻ്റെ ആൻസർ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ: ഞാൻ കുറേ ട്രാൻസാക്ഷൻസ് പറയും. ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതുന്നത്? അതായത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റ്സ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ്. അതായത് അസറ്റ് എന്ന് പറയുന്നത് ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റലിന് തുല്യമാക്കിക്കൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷനെയാണ് ഏത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തയ്യാറാക്കുന്നതിലേക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യം ഒന്നാമത്തെന്ന് പറയുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. 1 ലക്ഷം രൂപ മുതൽ മുടക്കി നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നു എന്നാണ് നമ്മുടെ ഈ ട്രാൻസാക്ഷൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ എന്താണ് 1 ലക്ഷം രൂപ മൂലധനം മുടക്കി നമ്മളൊരു ബിസിനസ് ആരംഭിച്ചു എന്നുള്ള ഈ ട്രാൻസാക്ഷൻ നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ കാണിക്കുമ്പോൾ എന്താ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണല്ലോ. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ബിസിനസ് ആരംഭിച്ചപ്പോൾ ആ ബിസിനസ്സിലേക്ക് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് വന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂട്ടുക. ഈസ് ഈക്വൽ ടു അവിടെ ലൈബിലിറ്റി ഇല്ല, അതുകൊണ്ട് നമ്മൾ ലൈബിലിറ്റിയുടെ അവിടെ എന്ത് ചെയ്യുക? 0 പ്ലസ് എന്താണ് ഈ 1 ലക്ഷം രൂപ നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായാണ് വന്നത്, അതുകൊണ്ട് ക്യാപിറ്റൽ 1 ലക്ഷം രൂപ. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹1 lakh എന്ന് പറയുമ്പോൾ അസറ്റ് എന്ന് പറയുന്ന ക്യാഷ് അവിടെ കൂടി, അതോടൊപ്പം തന്നെ ക്യാപിറ്റലും അവിടെ ഉണ്ടായി. അപ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അസറ്റ്സ് ഇവിടെ അസറ്റ്സിനകത്ത് വരുന്ന ക്യാഷ് എന്ന് പറയുന്ന അസറ്റ്സ് 1 ലക്ഷം രൂപ കൂടുന്നു. ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ഇല്ല, അതുകൊണ്ട് ലയബിലിറ്റിയുടെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? 0 ഇടുക പ്ലസ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപ. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ₹50,000. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ₹50,000. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 50,000 രൂപ ബാങ്കിലേക്ക് ഇട്ടുകൊണ്ട് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ആണ് എന്ത് ചെയ്യുന്നത്? ബാങ്കിലേക്ക് നമ്മൾ ഇടുന്നത്, അല്ലേ? എന്ന് പറയുമ്പോൾ ബിസിനസ് സംബന്ധിച്ച് ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ കുറയുന്നു. പകരം എന്താണ്? ബാങ്ക് എന്ന് പറയുന്നൊരു അസറ്റ് അവിടെ കൂടുന്നു. അതായത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 50,000 കുറയ്ക്കുക, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് 50,000 കൂട്ടുക. ഓക്കെ. അവിടെ ഈസ് ഈക്വൽ ടു ലൈബിലിറ്റിയും ഇല്ല, ക്യാപിറ്റലും ഇല്ല. ഈ 2 ട്രാൻസാക്ഷൻ കൂടി നമ്മൾ കൂട്ടുമ്പോൾ എന്താണ്? അവിടെ ക്യാഷ് എന്നുള്ള 1 ലക്ഷം രൂപയുണ്ട്, അല്ലേ? അതിനോടൊപ്പം 50,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ബാക്കി 50,000 എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു? ബാങ്ക് എന്ന് പറയുന്നിടത്ത് നമുക്ക് 50,000 കിട്ടി. അപ്പോൾ അതിനും കൂടെ കൂട്ടുമ്പോൾ അവിടെ 1 ലക്ഷം തന്നെയാണ്. ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി ഇല്ല, 0 പ്ലസ് ക്യാപിറ്റൽ എത്രയാണ്? 1 ലക്ഷം. കണ്ടോ? അപ്പോൾ ഇവിടെ അസറ്റായിട്ടുള്ള 1 ലക്ഷത്തിന് തുല്യമാണ് ഏത്? ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന 1 ലക്ഷം. ഇങ്ങനെ നമ്മൾ ആദ്യം ഈ 2 ട്രാൻസാക്ഷൻ കൂടി നമ്മൾ കൂട്ടിയപ്പോൾ നമുക്കവിടെ കിട്ടിയ ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ന്യൂ ഇക്വേഷൻ. ഇപ്പോൾ നമ്മുടെ ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഈസ് ഈക്വൽ ടു 0 പ്ലസ് 1 ലക്ഷമാണ്. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. നമ്മൾ എന്ത് ചെയ്തു? 10,000 രൂപ കൊടുത്ത് സാധനം മേടിച്ചു, അല്ലേ? അല്ല 10,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു?
സ്റ്റോക്ക് മേടിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ നമുക്കവിടെ 10,000 എന്ന് പറയുന്ന ക്യാഷ് അവിടെ കുറയുന്നു. പകരം എന്താണ് 10,000 രൂപയുടെ സ്റ്റോക്ക് അവിടെ കൂടുന്നു. അപ്പോൾ ഇവിടെ അസറ്റായിട്ട് 10,000 രൂപ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. പകരം എന്താണ് 10,000 രൂപയുടെ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് അവിടെ കൂടുന്നു. ഈക്വൽ ടു ലയബിലിറ്റി ഇല്ല, പിന്നെ എന്താണ് ക്യാപിറ്റലും ഇല്ല അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ ആ ന്യൂ ഇക്വേഷനും ഈ ട്രാൻസാക്ഷനും കൂടി കൂട്ടുമ്പോൾ എന്താണ് 1,00,000 ഉണ്ടായിരുന്നു. 1,00,000-ൽ എന്ത് ചെയ്തു 10,000 രൂപ ക്യാഷ് കുറഞ്ഞു, ബാക്കി 90,000. എന്നാൽ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്തു 10,000 രൂപ കൂടി. അപ്പോൾ 90,000-ഉം 10,000-ഉം 1,00,000 വന്നു. ഓക്കെ, ഈക്വൽ ടു ലയബിലിറ്റി ഇല്ല അല്ലേ. ക്യാപിറ്റൽ ഇവിടെ എത്ര രൂപ 1,00,000 രൂപയാണ്. കണ്ടോ, അപ്പോൾ അസറ്റ് എന്ന് പറയുന്നത് 1,00,000-ന് തുല്യമാണ്. ഏത് ലയബിലിറ്റി എന്ന് പറയുന്ന ലയബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,00,000 അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത എന്താണ് ന്യൂ ഇക്വേഷൻ കിട്ടി. ന്യൂ ഇക്വേഷൻ ഈക്വൽ ടു 1,00,000 ഈക്വൽ ടു 0 + 1,00,000. ഓക്കെ, അടുത്ത് പറയാം എന്താണ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ലാൽ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലാൽ. ലാൽ എന്ന് പറയുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു സാധനം പർച്ചേസ് ചെയ്തു അല്ലേ. അപ്പോൾ ലാലിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം എന്താണ് 5,000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അസറ്റായിട്ട് നമുക്ക് എത്ര വന്നു, സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് അവിടെ 5,000 രൂപ കൂടി. ഈക്വൽ ടു കൂടാതെ നമുക്ക് ലാലിൻ്റെ കയ്യിൽ നിന്നും സാധനം മേടിച്ചപ്പോൾ ലാലെന്ന് പറയുന്ന ഒരു ലയബിലിറ്റി അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ ലാലെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റേഴ്സ് ഉണ്ടായി. അപ്പോൾ അവിടെ എന്താണ് ലയബിലിറ്റി എന്ന് പറയുന്നത് 5,000 ഉണ്ടായി അല്ലേ. അപ്പോൾ 5,000 പ്ലസ് ക്യാപിറ്റലൊന്നുമില്ല അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ കൂടി കൂട്ടുമ്പോൾ അവിടെ നമുക്ക് അസറ്റ് എന്ന് പറയുമ്പോൾ 1,00,000 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 5,000 രൂപയെന്ന് പറയുന്ന ഒരു ക്രെഡിറ്റേഴ്സ് കൂടി ഉണ്ടായി. അങ്ങനെ 1,05,000 ഈസ് ഈക്വൽ ടു എന്താണ് ലയബിലിറ്റി ഇവിടെ എത്ര ഉണ്ട്, ലയബിലിറ്റി 5,000 ഉണ്ട്. 5,000 പ്ലസ് എന്താണ് ക്യാപിറ്റൽ 1,00,000 ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെ അസറ്റ് എന്ന് പറയുന്നത് 1,00,000 ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും 1,05,000. അപ്പോൾ അസറ്റ് 1,05,000 ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 1,05,000 അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ന്യൂ ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000. 10,000 രൂപയുടെ എന്താണ് സാധനങ്ങൾ നമ്മൾ വിറ്റു എന്ന് പറയാണ്. 10,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ പൈസയ്ക്ക് വിറ്റു, ക്യാഷ് മേടിച്ചുകൊണ്ട് വിറ്റു എന്ന് പറയണം അല്ലേ. അതുകൊണ്ട് ഇതൊരു ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് നടക്കുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ വന്നു അല്ലേ. പകരം സ്റ്റോക്കിൽ എന്ത് ചെയ്തു, അവിടെ കുറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ 10,000 രൂപയുടെ ക്യാഷ് എന്ത് ചെയ്തു, നമ്മുടെ അസറ്റായിട്ട് കൂടി. പകരം 10,000 രൂപയുടെ എന്ത് ചെയ്തു, സ്റ്റോക്ക് അവിടെ കുറഞ്ഞു അല്ലേ. കുറഞ്ഞു, അവിടെ ലയബിലിറ്റിയും ഇല്ല ക്യാപിറ്റലും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, 1,05,000 ഉണ്ടായിരുന്നു നേരത്തെ അസറ്റ്. അതിനോടൊപ്പം 10,000 രൂപ എന്ത് ചെയ്തു, ക്യാഷ് കൂടി വന്നു അല്ലേ. അപ്പോൾ എന്താണ് 1,15,000 ഉണ്ടായി. എന്നാൽ അവിടെ എന്ത് ചെയ്തു, അതിൽ നിന്നും 10,000 രൂപയുടെ സ്റ്റോക്ക് കുറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്കവിടെ എന്താണ് 1,05,000 നമുക്കവിടെ ടോട്ടലായി കിട്ടി. അപ്പോൾ അസറ്റായിട്ട് നമുക്ക് 1,05,000 കിട്ടി. അതുപോലെ തന്നെ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 1,05,000. ഇതെന്താണ്, ഒരു ന്യൂ ഇക്വേഷനാണ്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ സോൾഡ് ഗുഡ്സ് ടു റാം. സോൾഡ് ഗുഡ്സ് ടു റാം ₹5,000 അല്ലേ. 5,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, സാധനം കടത്തിന് വിറ്റു. 5,000 രൂപയ്ക്ക് നമ്മൾ സാധനം കടത്തിന് വിറ്റു. കടത്തിന് വിൽക്കുമ്പോൾ നമുക്കവിടെ എന്താണ് സ്റ്റോക്ക് എന്ത് ചെയ്തു, 5,000 രൂപ കുറഞ്ഞു. പകരം എന്താണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ ഉണ്ടായി. അപ്പോൾ നമ്മൾ കടത്തിന് വിറ്റപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് 5,000 കുറഞ്ഞു. പകരം ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്തു, 5,000 കൂടി അല്ലേ. അപ്പോൾ നേരത്തെ എത്ര ഉണ്ടായിരുന്നു അസറ്റ്, ന്യൂ ഇക്വേഷനിൽ 1,05,000 ഉണ്ടായിരുന്നു. 1,05,000 നിന്നും സ്റ്റോക്ക് 5,000 കുറഞ്ഞപ്പോൾ 1,00,000 അല്ലേ. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് നമുക്കവിടെ എന്ത് ചെയ്തു, വീണ്ടും 1,05,000 നിന്നും സ്റ്റോക്ക് കുറഞ്ഞു. വീണ്ടും എന്ത് ചെയ്തു, 5,000 രൂപയുടെ സ്റ്റോക്ക് കൂടി. അപ്പോൾ അവിടെ എന്താണ്
അവിടെയും 1,50,000 തന്നെയാണ്. വീണ്ടും എന്താണ് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ 1,50,000 തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എന്താണ് ന്യൂ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് പെയ്ഡ് സാലറി. എന്താണ് പെയ്ഡ് സാലറി? പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്പെൻസ് കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു എക്സ്പെൻസ് കൊടുത്താൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റും കുറയും ക്യാപിറ്റലും കുറയുമെന്ന് പറഞ്ഞു. അതുപോലെ ഇൻകം കിട്ടിയാൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടും, എക്സ്പെൻസ് എന്ന് ക്യാപിറ്റൽ എന്ന് പറയുന്ന എന്താണ് അതും അവിടെ കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പെയ്ഡ് സാലറി ₹5,000 എന്ന് പറയുന്നു. പെയ്ഡ് സാലറി നമ്മൾ 5,000 രൂപ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ക്യാഷ് എന്ന് പറയുന്ന 5,000 എന്ത് ചെയ്തു? അവിടെ കുറഞ്ഞു. കൂടെ തന്നെ നമുക്ക് എന്താണ് അവിടെ ക്യാപിറ്റലും എന്ത് ചെയ്തു? 5,000 രൂപ കുറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ അസറ്റ് 1,50,000 ഉണ്ട്. അവിടെ നമ്മൾ 5,000 രൂപയുടെ സാലറി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ആ 1,00,000 നിന്നും ക്യാഷ് എന്ന് പറഞ്ഞാൽ 5,000 കുറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് അവിടെ 1,00,000 ഇനി എന്താണ് ലയബിലിറ്റി ലയബിലിറ്റി കുഴപ്പമില്ല, 5,000 ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ 1,00,000 ഉണ്ടായിരുന്നു, അതിൽ 5,000 കുറഞ്ഞപ്പോൾ 95,000 അപ്പോൾ അസറ്റ് എന്ന് പറയുന്നത് 1,00,000 അല്ലേ. ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി 5,000, ക്യാപിറ്റൽ 95,000 അങ്ങനെ അതും 1,00,000. അപ്പോൾ അസറ്റ് 1,00,000 ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 1,00,000. ഓക്കെ, ഇനി റിസീവ്ഡ് കമ്മീഷൻ. അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ ₹10,000 അല്ലേ. നമ്മുടെ എന്താണ് കമ്മീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്തു. നമുക്കൊരു ബിസിനസ്സിലേക്ക് ഇൻകം വന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? ഇൻകം എത്ര രൂപയാണ് വന്നത്? 10,000. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ കൂടി, 10,000 രൂപ എന്ന് പറയുന്ന അസറ്റ് അവിടെ കൂടെ എന്താണ് ക്യാപിറ്റലും കൂടി. അപ്പോൾ നേരത്തെ 1,00,000 ഉണ്ടായിരുന്ന അസറ്റ് എന്ത് ചെയ്തു? ഇപ്പോൾ 1,10,10,000 ലയബിലിറ്റി ഒന്നുമില്ല അല്ലേ. മനസ്സിലായല്ലോ. അപ്പോൾ ലയബിലിറ്റി എത്രയുണ്ട്? 5,000 ഉണ്ട് അല്ലേ. പിന്നെ എന്താണ് ഈ പറയുന്ന ക്യാപിറ്റൽ 95,000 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ 1,10,10,000 അവിടെയും എന്ത് ചെയ്തു? ആയി. മനസ്സിലായല്ലോ. അപ്പോൾ അസറ്റ് 1,10,10,000 ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 1,10,10,000. അതെന്താണ് അടുത്ത ന്യൂ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി എന്താണ് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് അല്ലേ. നമ്മൾ ക്യാഷ് എന്ത് ചെയ്തു? ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തെന്നുള്ള ട്രാൻസാക്ഷൻ. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നൊരു അസറ്റ് കൂടും, പകരം ബാങ്ക് എന്ന് പറയുന്നൊരു അസറ്റ് അവിടെ കുറയും അല്ലേ. അപ്പോൾ ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് എത്ര? 5,000 രൂപ. 5,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ നിന്നും എന്ത് ചെയ്തു? ക്യാഷായിട്ട് വിഡ്രോ ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള 1,10,10,000 ക്യാഷ് 5,000 കൂടി 1,15,000 അല്ലേ. മനസ്സിലായല്ലോ. ഇനി പകരം എന്താണ് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ എന്താണ് 5,000 കുറഞ്ഞു. അപ്പോൾ 1,00,000 തന്നെയാണ് അല്ലേ. അപ്പോൾ 1,10,10,000. അപ്പോൾ അസറ്റ് എന്ന് പറയുമ്പോൾ 1,10,10,000 ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 1,10,10,000. ഓക്കെ, അപ്പോൾ ഇവിടെ അസറ്റിന് തുല്യം ആരായി? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലായി. ഇതാണ് ഏത് പുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എന്താണ് 20,000 രൂപ വിലയുള്ള ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്തു? 25,000 രൂപയ്ക്ക് വിറ്റു അല്ലേ. എന്നിട്ട് അതിൽ 15,000 രൂപ നമുക്ക് ക്യാഷായി കിട്ടി. ബാക്കിയുള്ള പൈസ എന്താണ്? ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്? 10,000 രൂപയുള്ള ഒരു അസറ്റ് നമ്മൾ 20,000 രൂപയ്ക്ക് വിറ്റു അല്ലേ. 20,000 രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? ആ 10,000 രൂപ വിലയുള്ള അസറ്റ് നമ്മൾ 20,000 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ത് ചെയ്തു? നമുക്കതിൽ 15,000 രൂപ ക്യാഷായി തന്നു. ബാക്കിയുള്ള പൈസ കടമായിട്ട് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ അസറ്റായിട്ട് 10,000 രൂപ അവിടെ കുറയും അല്ലേ. എന്നിട്ട് ക്യാഷായി നമുക്ക് എത്ര രൂപ കിട്ടും? 15,000 രൂപ കിട്ടും. പകരം എന്താണ് ഡെറ്റേഴ്സ് ആയിട്ട് കടത്തിന് നമുക്ക് എത്ര കിട്ടും? 5,000 രൂപ ഡെറ്റേഴ്സ് ആയിട്ടും കൂടും. അപ്പോൾ അസറ്റിനെ സംബന്ധിച്ച് 10,000 രൂപ അവിടെ കുറയും അല്ലേ. എന്നിട്ട് 15,000 രൂപ നമുക്കവിടെ എന്താണ് ക്യാഷായിട്ട്
കൂടും. എന്നിട്ട് 5000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റായിട്ട് അവിടെ എന്താണ് അതും കൂടും. ഈസിക്കൽ ടു ഇവിടെ നമുക്ക് 10000 രൂപയുടെ വിലയുള്ള അസറ്റ് നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാണ്, 20000 രൂപയ്ക്കല്ലേ. അപ്പോൾ നമുക്കവിടെ ലാഭമായിട്ട് നമുക്ക് 10000 രൂപ കിട്ടും. ആ ലാഭമായിട്ടുള്ള 10000 നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റലിൽ കൂട്ടുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് അസറ്റും ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലും ഈക്വലി ആക്കിക്കൊണ്ട് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഏത്, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അക്കൗണ്ടൻസിയിൽ നമുക്ക് ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ വന്നാലും അവിടെയെല്ലാം നമുക്കെന്താണ്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ നമുക്ക് അതിൻ്റെ ഈക്വാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഏത് ട്രാൻസാക്ഷനും എന്തുണ്ട്, ഈ പറയുന്ന അസറ്റുകൾക്ക് തുല്യമായിരിക്കണം എന്ത്, ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ ഞാൻ വളരെ വ്യക്തമായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ട് നമ്മൾ അസറ്റ് കൂട്ടി, എന്തുകൊണ്ട് നമ്മൾ അസറ്റ് കുറച്ചു, എന്തുകൊണ്ട് ലയബിലിറ്റി വന്നു, എന്തുകൊണ്ട് ക്യാപിറ്റലിനോടൊപ്പം നമ്മൾ ഇൻകം കൂട്ടി, എന്തുകൊണ്ട് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ് കുറച്ചു, എന്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിനോട് കൂട്ടുന്നു അല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ലോസ് വരുമ്പോൾ ക്യാപിറ്റൽ കുറയുന്നു എന്നല്ലേ. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഞാൻ എന്ത് ചെയ്തു, അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് പഠിപ്പിച്ച ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ടൻസി ടെസ്റ്റിനകത്ത് ഒത്തിരി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആ ട്രാൻസാക്ഷനുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇതുപോലുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, അസറ്റിന് തുല്യമായിരിക്കും ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിലേക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഞാൻ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ.